അസ്സലാമലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടക്കര നിന്ന് ഇങ്ങനെ പോരുമ്പോൾ മുണ്ട, അതായത് വൈക്കടവൊക്കെ എത്തണ്ട, മണിമൂളിയൊക്കെ എത്തണ്ട, മുണ്ട CNG കാലിക്കറ്റ് ഊട്ടി റോഡ്, അതായത് ഊട്ടി റോഡിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത്. 9 സെന്റിൽ ഈ വീടിലേക്ക് അതായത് ഗുഡ്സ്, ഓട്ടോറിക്ഷ, വെള്ളിമൂങ്ങ ഈ വണ്ടികളൊക്കെ ഈ വീട്ടിലേക്ക് വരും. വലിയ വണ്ടികൾ മാത്രം വരൂല. നല്ലൊരു വീടാണ്. അതായത് അതെ, അതായത് ബസ് റൂട്ട് അല്ല, വണ്ടികൾ വലിയ വണ്ടികളൊക്കെ വരുന്നത് ആകെ 20 മീറ്റർ ഉള്ളൂ അല്ലേ, 20 മീറ്റർ ഉള്ളൂ. വലിയ വണ്ടി ഒക്കെ അടുത്തടുത്ത് വരും. വീടുകളുള്ളൊരു ഏരിയ ആണ്. അതേമാതിരി സ്കൂള് തൊട്ടടുത്ത്, ചർച്ചുകള്, പിന്നെ അമ്പലം, പള്ളി എല്ലാം തൊട്ടടുത്ത്. ഏകദേശം ഒരു 500 തന്നെ അല്ലേ, ഒരു 500-600 ഉള്ളൂ മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. ചുറ്റും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ആളുകൾക്ക് വന്നിരിക്കാനും അതേമാതിരി വണ്ടികൾ വന്ന് നമുക്കൊരു മഴ കൊള്ളാത്ത രൂപത്തിൽ ഫ്രണ്ട് ഭാഗത്ത് സീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ വീടാണ്. പിന്നെ ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത്. ആള് വിശാലമായ നല്ലൊരു സൗകര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് സ്പേസ് സൗകര്യമുണ്ടോ, അതേമാതിരി അടിഭാഗത്തേക്ക് നല്ല മാർബോണേറ്റ്, അടിഭാഗത്ത് നല്ല ഡിസൈൻ മോഡൽ വരുന്ന മാർബോണേറ്റ് ഇട്ട മുകൾ ഭാഗത്തേക്ക് തടികളാണ് സ്റ്റെയർ കേസിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വാർക്കണമെങ്കിൽ മുകൾക്കൊക്കെ 2 നിലയൊക്കെ എടുക്കണമെങ്കിലൊക്കെ നല്ല സൗകര്യമാണ്. പിന്നെ അതേമാതിരി കോമൺ ബാത്റൂം ഇതിലുണ്ട്. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം, അതായത് വീടിന്റെ റൂമുകളൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളു. അത്ര വിശാലമായ നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ്. റൂമിലൊക്കെ ഫുൾ കാവിയാണ് ഇട്ടിട്ടുള്ളത്. ടൈൽസ് മാത്രം നമ്മളെ ഹാളിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. അതേമാതിരി രണ്ടാമത്തെ റൂം ഞാൻ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണങ്ങൾക്ക് രണ്ടാമത്തെ റൂം നല്ല വിശാല, ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ സ്പേസ് തന്നെ. 2 കട്ടിലിട്ട് കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു രണ്ടാമത്തെ റൂമാണ് കണ്ടത്. അങ്ങനെ 2 റൂമാണ് ഈ വീട്ടിലുള്ളത്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇടാം. പിന്നെ അതേമാതിരി നമുക്ക് ടേബിള് ഇതാക്കണേ, ഇങ്ങോട്ട് പുറത്ത് വറക്കലെടുത്തതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടേബിൾ ഇടാം. ഇതൊക്കെ ചില ആളുകൾ എടുക്കുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ ഒന്ന് സ്ലാവുകളൊക്കെ ഒഴിവാക്കിയത് ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് രൂപത്തിലാക്കാനൊക്കെ പറ്റും. പിന്നെ അതേമാതിരി ആരും അടുപ്പ് ബലും ഫിറ്റ് ഒന്നും ആക്കിയിട്ടില്ല. ഇത് നമുക്ക് റാക്കുകൾ കൊടുത്ത് നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിലും അതിനും പറ്റി നല്ലൊരു അനുയോജ്യമായ നല്ലൊരു കിച്ചൺ തന്നെയാണ് കാണുന്നത്. കിച്ചൺ പുറത്തിലേക്ക് അടുക്കള പുറത്തോട്ട് വന്ന് നല്ല സ്പേസിൽ നല്ല സൗകര്യത്തിൽ നമുക്കൊരു അടുപ്പ് ഇവിടെ സാധാ നമ്മുടെ ഗ്യാസിന്റെ അടുപ്പ് മാത്രം വെച്ചിട്ടുള്ളൂ. നമ്മൾക്ക് പുറത്തോട്ട് ഫുൾ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. വർക്കേരി പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. മുകൾ ഭാഗത്ത് ഫുൾ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു റൂം കാണാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോക്കുകളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ഷോറൂം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇതിന്റെ പുറം ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ വീടിൽ നല്ല ഒതുക്കമുള്ള നല്ലൊരു വീട്. പുറത്തൊരു ബാത്റൂം, അതേമാതിരി ടോയ്ലറ്റ്, രണ്ടും നമുക്ക് കുളിക്കാനും ടോയ്ലറ്റ് കക്കൂസ് പോകാനുള്ള സൗകര്യമുണ്ട്. ബാക്ക് ഭാഗത്ത് ഫുള്ള് ചുമരൊരു ഭാഗം ചെറുതായിട്ട് ഇവിടെ തേച്ചിട്ടില്ല. അത്യാവശ്യം 9 സെന്റിലാണ് വീടുകളുള്ള ഏരിയ ആണ്. വെള്ളം കയറുന്ന സ്ഥലമല്ല. ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു 600-700 മീറ്റർ ഉള്ളൂ ഇതിലേക്ക് വൈദൂരം. അതേമാതിരി ഹോസ്പിറ്റൽ നിങ്ങൾ ചോദിച്ചു എവിടെ തൊട്ടടുത്താണോ, അതും നമ്മൾ 1 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട്. അതേമാതിരി സൂപ്പർ മാർക്കറ്റ്, ജ്വല്ലറി, തുണിക്കടക്കൊക്കെ പോകണമെങ്കിൽ ആകെ 1 കിലോമീറ്റർ ഉള്ളൂ അങ്ങാടി എടക്കര ടൗണിലേക്കുള്ള ദൂരം. നല്ല അതിമനോഹരമായ ഈ വീടിന് 1000 സ്ക്വയർ ഫീറ്റിൽ ഉള്ളിലുണ്ടാവും. ഇതിൽ കുഴൽക്കിണറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് വില ചോദിക്കണം അത്രേ ഉള്ളൂ. ആകെ നമ്മൾ ചോദിക്കുന്നത് 22 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടമൊക്കെ അല്ലേ, ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ.